എയിംസ് ഡൽഹിയിലെ MBBS സീറ്റ് കരസ്ഥമാക്കിയ മലയാളി വിദ്യാർത്ഥികളിൽ 90% പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളാണ്. എന്തുകൊണ്ടാണ് എയിംസ് ഡൽഹി ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജ് ആണെന്ന് പറയുന്നത്? എന്തുകൊണ്ടാവാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എയിംസ് ഡൽഹിയെ സ്വപ്നം കാണുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുന്നത് നീറ്റ് 2023 ബ്രില്യൻ ടെസ്റ്റ് സീരീസിലൂടെ 710 സ്കോർ കരസ്ഥമാക്കി കേരള 2ാം സ്ഥാനം നേടിയ ജേക്കബ് ബിവിനും ഒപ്പം ബ്രില്യന്റിലെ മറ്റൊരു പ്രഗത്ഭനായ വിദ്യാർത്ഥി കേരള 3ാം സ്ഥാനം നേടിയ ശ്രീഹരിയുമാണ്. നീറ്റ് 2023 ശ്രീഹരി കരസ്ഥമാക്കിയ സ്കോർ 705. ശ്രീഹരി റിപ്പീറ്റേഴ്സ് ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. ഇവർ രണ്ടുപേരും എയിംസ് ഡൽഹിയിൽ സെക്കൻഡ് ഇയർ MBBS പഠനം നടത്തി വരികയാണ്. സോ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എയിംസ് ഡൽഹിയിലെ ഫ്യൂച്ചർ ഡോക്ടേഴ്സിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പരീക്ഷയായിട്ടുള്ള നീറ്റ് എക്സാം എഴുതുന്ന കുട്ടികളാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ എക്സാമുകളൊക്കെ എഴുതി നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നത് നമ്മുടെ ഡൽഹി എയിംസിൽ നിന്ന് നമ്മുടെ പ്രിയങ്കരനായ ജേക്കബ് ബിവിനും അതുപോലെ തന്നെ ശ്രീഹരി MS ആണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാൻ ഇവർ വന്നിരിക്കുന്നത് ഈ ഡൽഹി എയിംസ് അല്ലെങ്കിൽ എയിംസിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് എയിംസിനെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവരുടെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മളോട് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ജേക്കബ് ബിവിന്റെ വാക്കിലേക്ക് പോകാം. നമുക്ക് ഇപ്പം ആദ്യമായിട്ട് ഡൽഹി എയിംസിലേക്ക് വന്നപ്പോൾ ജേക്കബിനുണ്ടായ ആ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാവോ? ഫസ്റ്റ് ഓഫ് ഓൾ എയിംസിന്റെ ഒരു first thing you see multicultural background, all over India ആൾക്കാരുണ്ട്. So your communication with them, everything improves. Yes. ഇതുവരെ നമ്മൾ നാട്ടിലത്തെ ആൾക്കാരോട് മാത്രം സംസാരിച്ച് മലയാളത്തിൽ മാത്രം കൺവേഴ്സ് ചെയ്തിരിക്കുമ്പോൾ ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോൾ യു സി പീപ്പിൾ ഫ്രം ഓൾ പ്ലേസസ്. സോ അതുകൊണ്ട് നമ്മുടെ കോൺവെർസേഷൻ സ്കിൽസ്, പേഴ്സണാലിറ്റി അത് തന്നെ ഒരു ഡെവലപ്മെന്റ് ആവും. പല കൾച്ചറിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ എക്സാക്ട്ലി ലോകത്തെ പറ്റി ഇനിയും അറിയുന്നു വരുന്നത്, വീണ്ടും വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. ആൻഡ് അതല്ലാതെ എയിംസിൽ കിട്ടുന്ന ഒരു ഫ്രീഡം ടു ഡു വാട്ട് എവർ യു ലൈക്ക്, മീനിങ് പഠിത്തമാണെങ്കിൽ അക്കാഡമിക്കലി യു ക്യാൻ ഗോ ടു എനി ലെവൽ. ദ ഫാക്കൽറ്റീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഫ്രം ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ് റിസർച്ച് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഇയർ മുതൽ റിസർച്ച് ചെയ്യാൻ പറ്റും. മറ്റേ കോളേജസിൽ അത്ര പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമല്ല റിസർച്ച്. എയിംസിൽ ഇറ്റ് ഇസ് പ്രൊമോട്ടഡ് വെരി വൈഡ്ലി. സോ ഏത് പ്രൊഫസറിനെ വേണമെങ്കിലും അപ്രോച്ച് ചെയ്തിട്ട് സർ ഒരു ടോപ്പിക് തരാം, നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയർ മുതൽ ഫസ്റ്റ് ഇയർ മുതൽ റിസർച്ച് തുടങ്ങാവുന്നതാണ്. സോ യു ക്യാൻ ഭയങ്കര സ്കോപ്പ് ഉണ്ട് അക്കാഡമിക്കലി ഏത് ലെവൽ വേണമെങ്കിലും പോവാം. അറ്റ് ദ സെയിം ടൈം ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഫോർ എനിത്തിങ്. സ്പോർട്സ് ആവട്ടെ, കൾച്ചറൽസ് ആവട്ടെ, അലോങ് വിത്ത് യുവർ സ്റ്റഡീസ് യു ക്യാൻ ടേക്ക് സ്പോർട്സ്. ഞാൻ സ്പോർട്സിൽ ഇൻവോൾവ് ആവുന്ന ഒരാളാണ്. സോ എനിക്ക് പഠിത്തത്തിന്റെ കൂടെ തന്നെ സ്പോർട്സ് നല്ലോണം ഇൻവോൾവ് ആവാൻ പറ്റുന്നുണ്ട്. കൾച്ചറൽ, ഡാൻസ്, മ്യൂസിക്, അതൊക്കെ എല്ലാത്തിലും ഇൻവോൾവ് ആവാൻ പറ്റും. സോ യു ഹാവ് ദ ഫ്രീഡം ടു ഡു വാട്ട് എവർ യു ലൈക്ക്. പഠിത്തമാണെങ്കിൽ ഏത് ലെവൽ വേണമെങ്കിലും പോവാം. സ്പോർട്സ് ആണെങ്കിൽ അത് പെർസ്യൂ ചെയ്യാം അലോങ് വിത്ത് യുവർ സ്റ്റഡീസ്. സോ ഡൽഹി അല്ലാതെ ബാക്കി എല്ലാ എയിംസും ഇതുപോലെ തന്നെ കൾച്ചറൽ ആക്ടിവിറ്റി ഒക്കെ നമ്മളോടൊപ്പം തന്നെ അക്കാഡമിക്കിനോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എല്ലാ രീതിയിലും ഒരു എക്സ്പോഷർ കിട്ടും നമുക്ക്. അതെ, എല്ലാ രീതിയിലും ഒരു എക്സ്പോഷർ തന്നെ. അതുപോലെ തന്നെ നമുക്ക് ഈ ഡൽഹി എയിംസ് അല്ലെങ്കിൽ എയിംസ് ലക്ഷ്യം വെക്കുന്ന ഒരു കുട്ടി എങ്ങനെയാണ് പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്? നമ്മള് ശ്രീഹരിയോട് ചോദിക്കാം. ശ്രീഹരി അതിന് മറുപടി തരുന്നു. ഇപ്പോ എയിംസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോ അതിനകത്ത് എത്തുക എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഇപ്പോ ഞാനിപ്പോ ഫോളോ ചെയ്തെന്താന്ന് വെച്ചാൽ ബ്രില്യന്റിന്റെ പാറ്റേൺ തന്നെയായിരുന്നു. ഞാൻ ഒരിക്കലും അതിനകത്തൊന്നും വിട്ട് പോയിട്ടില്ല. അവർ പറയുന്ന മോഡ്യൂൾസ്, അവർ പറയുന്ന ടെസ്റ്റ് സീരീസ്, അതെല്ലാം മാത്രമേ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളൂ, ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ അടുത്തതാണെങ്കിൽ എല്ലാ ദിവസവും ഡെയിലി പഠിക്കുന്നുണ്ടായിരുന്നു. വീക്കിലി ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ടെസ്റ്റ് അനാലിസിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മോഡൽ എക്സാംസ് കുറെ എഴുതിയിട്ടുണ്ട്. ലാസ്റ്റിലത്തെ 2-3 മാസം കംപ്ലീറ്റ് എക്സാംസിന് വേണ്ടി ഫോക്കസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇത് മാത്രം ബ്രില്യന്റ് പറയുന്ന മോഡൽ തന്നെ ഫോളോ ചെയ്തിട്ടുള്ളൂ. നീറ്റിന്റെ കാര്യമാണെങ്കിൽ തന്നെ NCERT ആണ് ഏറ്റവും ബേസ് ബുക്ക്. നമ്മൾ അതിനെ മാത്രം ഫോളോ ചെയ്ത് പഠിച്ചാലും മതി. ആസ് പെർ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് 10-15 ഇയേഴ്സ് ആയിട്ട് NCERT ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അതും ഫോളോ ചെയ്ത് ഇവരുടെ ടൈം ടേബിൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇപ്പൊ ഏതൊരു സ്റ്റുഡന്റിനും ഏതുള്ള എപ്പക്സിലുള്ള ഏത് കോളേജിൽ എത്താൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നീറ്റ് എക്സാം എഴുതാൻ പറ്റുന്ന പല കുട്ടികളുടെ ഒരു കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എല്ലാവരും പറയുന്നത് ഫിസിക്സ് ആണ്. അപ്പം ഫിസിക്സ് എങ്ങനെ നമ്മളെ പഠന നിലവാരം ഉയർത്തിക്കൊണ്ടുവരാം, അതിനെപ്പറ്റി ഒന്ന് പറയാം. ഞാൻ ഒരു റിപ്പീറ്റർ സ്റ്റുഡന്റ് ആയിരുന്നു. എന്റെ ഫസ്റ്റ് ടൈം ഞാൻ 12th കൂടെ എഴുതിയപ്പോൾ എനിക്ക് സെയിം പ്രോബ്ലം ആയിരുന്നു. ഫിസിക്സ് ആയിരുന്നു എന്റെ മെയിൻ പ്രോബ്ലം എന്ന്. പിന്നീടാണ് ഞാൻ ആദ്യം ലെക്ചേഴ്സ് പ്രോപ്പർലി വാച്ച് ചെയ്ത് നോട്ട്സ് ഉണ്ടാക്കുമായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ഇക്വേഷൻ ചാർട്ട് അതുപോലെ ഉണ്ടാക്കുമായിരുന്നു. ആദ്യം തിയറി പ്രോപ്പർ ആയാലേ പിന്നീട് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ. ആദ്യം തിയറി പ്രോപ്പർ ആയിട്ട് നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. അതും നോക്കിയിട്ട് പിന്നീട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യാൻ നോക്കണം. അല്ലാണ്ട്
വിത്തൗട്ട് പ്രോപ്പർ നോളജ് നമ്മൾ ക്വസ്റ്റ്യൻസിലോട് എടുത്ത് ചാടരുത്. ആദ്യം വിത്ത് പ്രോപ്പർ ലെക്ചർ കേട്ട് നോട്ട്സ് നോക്കി സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് പോകണം. പിന്നീട് പ്രീവിയസ് ഇയർ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. നിങ്ങളുടെ ഫിസിക്സിന്റെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. തിയറി നോക്കി നമുക്ക് തിയറി മനസ്സിലായി. അപ്പൊ നേരെ നമുക്ക് ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലം ചെയ്തിട്ട് PYQ ചെയ്താൽ മതിയോ? അതോ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആവശ്യം നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നീട് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അവര് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബുക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഇപ്പോൾ മോഡ്യൂൾസ് ഉണ്ട്, പിന്നെ ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ട് ബുക്ക് ഉണ്ട്, പിന്നെ സ്റ്റഡി പാക്കേജസ് ഉണ്ട്. പ്രീവിയസ് ഇയർ ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത് കുറേയൊക്കെ. അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞിട്ട് അറ്റ് ദ എൻഡ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സ് എളുപ്പമാവും. എന്റെ കാര്യം അതുപോലെ ആയിരുന്നു. എനിക്ക് അല്ല, ശരിക്കും പറഞ്ഞാൽ ശ്രീഹരി പറഞ്ഞ പോലെ ഒരു റിപ്പീറ്റർ സ്റ്റുഡന്റിന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പറഞ്ഞത് അല്ലേ? അതുപോലെ കെമിസ്ട്രി പഠിക്കുന്നതിന് ഇപ്പം ഓർഗാനിക് ചില പിള്ളേർ പറയും ഓർഗാനിക് എങ്ങനെ പഠിക്കണം എന്നറിയില്ല. അതിനെപ്പറ്റി ഒരു രണ്ടു വാക്ക് പറയാമോ? ഓർഗാനിക് കെമിസ്ട്രി എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് NCERT. NCERT ഫസ്റ്റ് 11th ബേസിക്സ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പൊ ആദ്യം ആ ചാപ്റ്റർ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ 12th വരുമ്പോൾ ഓരോ ഹാലോ ആൽക്കീൻസ് അതുപോലത്തെ ചാപ്റ്റേഴ്സ് വരും. നമ്മൾ ആദ്യം NCERT പ്രോപ്പറായിട്ട് കുറച്ച് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്, അത് പ്രോപ്പറായിട്ട് പഠിക്കുക. ഒരു ചാർട്ട് ഉണ്ടാക്കുക, ഈ കെമിസ്ട്രി ഇക്വേഷൻസിന് ഇതിനൊക്കെ ഒരു ചാർട്ട് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അതിനെ പ്രോപ്പറായിട്ട് ഓരോ ദിവസം അല്ലെങ്കിൽ വീക്ക്ലി അങ്ങനെ ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്യുക. അതിന് ഏറ്റവും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന റിവിഷൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ അത് മറന്നു പോകുന്ന ഇതുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യുക. അത് അവസാനം റിയേജന്റ് കണ്ട നമുക്ക് മനസ്സിലാവണം ഏത് റിയാക്ഷൻ ആണ്. പിന്നെ നെയിം റിയാക്ഷൻസ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നെയിം റിയാക്ഷൻസ് അതുപോലെ തന്നെ നമ്മൾ മറന്നു പോകുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് വീണ്ടും റിവൈസ് ചെയ്യാം. അത് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അതിന്. അതുപോലെ തന്നെയാണ് ഇൻഓർഗാനിക് കെമിസ്ട്രി, അതുപോലെ തന്നെയാണ് മൾട്ടിപ്പിൾ ടൈംസ് റീഡ് ചെയ്താൽ തറവായിട്ട് പഠിക്കത്തുള്ളൂ. ബയോളജി ആണെങ്കിലും ഒന്ന് ശരിക്കും പറയാമോ? ബയോളജി NCERT കംപ്ലീറ്റ് വായിക്കുക. ഓരോ തവണ വായിക്കുമ്പോഴും നമ്മൾ ഓരോ പുതിയ ക്വസ്റ്റ്യൻസ് അതിനകത്ത് കണ്ടുപിടിക്കുന്നത്. നമ്മളിപ്പോ ഒരു തവണ വായിച്ചാൽ തന്നെ നമുക്ക് അതിനകത്തുനിന്ന് ഫുൾ ക്ലാരിറ്റി കിട്ടത്തില്ല. ഓരോ തവണ നമ്മൾ അതിനകത്തുനിന്ന് വായിക്കുമ്പോഴും പുതിയൊരു ക്വസ്റ്റ്യൻസ് അതിനകത്തുനിന്ന് അറൈസ് ആയിക്കൊണ്ടിരിക്കും ഓരോ തവണയും. ഇപ്പോ ഞാനിപ്പോ എത്ര തവണ ചോദിച്ചെന്ന് കഴിഞ്ഞാൽ ഒരു 20 to 30 ടൈംസ് ഞാൻ വായിച്ചാണ് ആ ബുക്ക്. എന്റെ അതിനകത്തൊരു ഹൈലൈറ്ററിന്റെ ഒരു 4-5 ഹൈലൈറ്റേഴ്സ് അതിനകത്ത് ഇതായി കാണും. ഓരോ തവണ ഓരോ ഹൈലൈറ്റർ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴും അതുപോലെ കണ്ടോ ഇറ്റ്സ് എ മെസ്. പിന്നീട് അതുപോലെ തന്നെ ഓരോ തവണ സെയിം സംഭവമാണ് വായിക്കുക. NCERT വായിക്കുക, കംപ്ലീറ്റ് തവണ ആയിട്ട് മൾട്ടിപ്പിൾ ടൈംസ് വായിക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ നോക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ഇയർ നോക്കുക. ബയോളജി എന്ന് വെച്ചാൽ അവർക്ക് ആ ബുക്കിനകത്തുനിന്ന് അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അതിനെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ചെയ്തിട്ട് പല ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. യു ഷുഡ് ബി ഫെമിലിയർ വിത്ത് എവറി സിംഗിൾ ലൈൻ ഓഫ് ദ ബുക്ക്. ആ ലൈനകത്ത് ഒരു ഒരു സിൻസ് അതൊക്കെ മാറ്റിയിട്ട് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുവരെ ഓരോ വെർബ് ഓരോ ഇതും നമുക്ക് ഫെമിലറൈസ് ആവണം. അത്ര ആയാലേ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഇപ്പോ ഒരു അപ്പെക്സ് കോളേജ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 340 to 360 മാർക്ക് എന്തായാലും വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അത്രയും ഉറപ്പ് വരുത്തണമെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് അത് വായിച്ചിരിക്കണം, NCERT വായിച്ചിരിക്കണം. ബയോളജി എന്ന് വെച്ചാൽ വായിക്കുക, വീണ്ടും റിവൈസ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ മെത്തേഡ്. കണ്ടിന്യൂസ് റിവിഷൻ തന്നെ അല്ലേ? നമ്മളെ മനസ്സിലും കൂടെ മെമ്മറൈസ് ചെയ്ത് കൊണ്ടുപോകാം. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അതുപോലെ തന്നെ നമുക്കിപ്പം എക്സാം എഴുതുന്നതിന് ഒരു പ്രത്യേക ഒരു സ്ട്രാറ്റജി കാണുന്നു. ചിലർ ഓരോ സബ്ജക്ട് തീർത്ത പരീക്ഷ എഴുതും, ചില വേറൊരു സ്റ്റൈൽ. ഏത് രീതിയിലായിരിക്കും നമുക്ക് കുറച്ചുകൂടെ എക്സാമിന് എല്ലാ ക്വസ്റ്റ്യനിലേക്കും നമ്മുടെ ഒരു കാഴ്ചപ്പാട് എത്തിക്കാൻ പറ്റുന്നത്? ഇതിനെ പറ്റി പറയാം. ഇപ്പോഴും സേഫസ്റ്റ് മെത്തേഡ് ഞാൻ ഫോളോ ചെയ്തത് എല്ലാവരും ഫോളോ ചെയ്യുന്ന മെത്തേഡ് അല്ല. പക്ഷെ ഒരു ചോദ്യം ഞാൻ സോൾവ് ചെയ്യുന്നു, അത് റീചെക്ക് ചെയ്യുന്നു, ഞാൻ അപ്പൊ തന്നെ ബബിൾ ചെയ്യുന്നു. അതായിരുന്നു ഞാൻ ചെയ്യുന്ന അപ്രോച്ച് ആൻഡ് ഇറ്റ് ഈസ് ദി സേഫസ്റ്റ് അപ്രോച്ച്. പക്ഷെ ഇതിന് കുറച്ച് എക്സ്ട്രാ സമയം എടുക്കും. സോ പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ക്വസ്റ്റിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഇപ്പോ കുറെ പേർക്ക് ഇങ്ങനത്തെ എറേഴ്സ് ഉണ്ടാവും. ബോട്ടണിയുടെ ഇത് സുവോളജിയിൽ ഫില്ല് ചെയ്തു, ഫിസിക്സിന്റെ ഇത് കെമിസ്ട്രിയുടെ സെക്ഷനിൽ ഫില്ല് ചെയ്തു, ആൻഡ് ദാറ്റ് എറേഴ്സ് അത് കഴിഞ്ഞാൽ പിന്നെ പോയി കുറെ മാർക്ക് പോകും. സോ ആ രീതിയിൽ ദിസ് ഇസ് ദ സേഫസ്റ്റ് മെത്തേഡ്. അപ്പൊ തന്നെ സേഫസ്റ്റ് മെത്തേഡ്. പക്ഷെ കുറച്ച് എക്സ്ട്രാ ടൈം എടുക്കും. അഥവാ ടൈമിന്റെ കൺസിഡറേഷൻ ആണെങ്കിൽ യു ക്യാൻ ഒരു സബ്ജക്ട് തീർക്കുക, എന്നിട്ട് ആ സബ്ജക്ട് ഇന്റർ ആയിട്ട് ബബിൾ ചെയ്യുക. എല്ലാം ലാസ്റ്റത്തേക്ക് വെക്കരുത്. ഞാൻ 180 ക്വസ്റ്റ്യൻ 200 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബബിൾ ചെയ്യാൻ നോക്കിയാൽ അത് കുഴപ്പമാവും. അത് ചെയ്യരുത്. ഐ വുഡ് സജസ്റ്റ് നോട്ട് ടു ഡു ദാറ്റ്.
യു ക്യാൻ ഡു സബ്ജക്ട് വൈസ്, അല്ലെങ്കിൽ ഇതൊരു 10 ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്യുന്നു എന്നിട്ട് മാർക്ക് ചെയ്യുന്നു, അതും ആൾക്കാർ ചെയ്യാറുണ്ട്. ബട്ട് സേഫസ്റ്റ് മെത്തേഡ് അപ്പൊ തന്നെ അന്നേരം തന്നെ ചെയ്ത് കൃത്യമായിട്ട് ചെയ്തു പോകുന്നു, അതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് അല്ലേ? ഫോർ മീ അതായിരുന്നു വർക്ക്. ഓക്കെ 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 ഓക്കെ. ആൻഡ് സോൾവ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് ലൈക്ക് നിങ്ങൾക്ക് ഏറ്റവും ടൈം കൺസ്യൂം ചെയ്യുന്ന ഇത് ഫസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഭേദം. ബിക്കോസ് ലൈക്ക് എനിക്ക് സ്റ്റാർട്ടിങ് ഫിസിക്സ് വാസ് മോസ്റ്റ് ടൈം കൺസ്യൂമിങ്. സോ അത് ഞാൻ ലാസ്റ്റേക്ക് വെച്ചാൽ ഞാൻ പാനിക് ആയിട്ട് ഫിസിക്സ് അറിയാവുന്നതും തെറ്റിക്കും. സോ ഫിസിക്സ് സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ യു ഹാവ് ദ 3 മണിക്കൂർ 20 മിനിറ്റ്സ് ഉണ്ട്. സോ യു ക്യാൻ കൺവീനിയന്റ്ലി ഡു ഇത്തവണ നമുക്ക് 3 മണിക്കൂറേ ഉള്ളൂ ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം 3 മണിക്കൂർ സ്റ്റാർട്ട് വിത്ത് യുവർ ടഫസ്റ്റ് തിങ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഓർത്തിരിക്കണം. ലൈക്ക് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഡിസൈഡ് 1.5 മണിക്കൂർ ഞാൻ ഇതിന് സ്പെൻഡ് ചെയ്യുന്നു, അരമണിക്കൂർ ഞാൻ ഇത് സ്പെൻഡ് ചെയ്യുന്നു, 45 മിനിറ്റ്സ് ഇതിന് സ്പെൻഡ് ചെയ്യുന്നു. അതിൽ കൂടുതൽ ടൈം പോകുന്നതായിട്ട് തോന്നിയാൽ യു ഹാവ് ടു മാനേജ്. സോ ഐ വുഡ് സജസ്റ്റ് ഏറ്റവും കഷ്ടമുള്ള സബ്ജക്ട് സ്റ്റാർട്ട് വിത്ത് ദ ടഫസ്റ്റ് സബ്ജക്ട്, എന്നിട്ട് ഈസി ചെയ്യുക. ബിക്കോസ് ലാസ്റ്റത്തേക്ക് ടഫസ്റ്റ് സബ്ജക്ട് വന്നാൽ സ്ട്രെസ് ആവും, ഭയങ്കര സ്ട്രെസ് ആവും. ആൻഡ് ടൈം ഇല്ലാത്തതുകൊണ്ട് അറിയുന്ന ചോദ്യങ്ങളും തെറ്റും. സോ പ്രിഫർ നോട്ട് ടു ഡു ദ ടഫസ്റ്റ് സബ്ജക്ട്സ് ലാസ്റ്റ്. Physics, if your toughest subject is physics, start with it. Chemistry toughest ആണെങ്കിൽ start with chemistry. And always physics ആണ് ഏറ്റവും time consuming. So I would prefer starting with physics. It depends on you. ഏതാ കൂടുതൽ കഷ്ടം, you can start with it. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം എക്സാം നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലേക്ക് കിട്ടി സീൽ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലിങ്സ് ഉണ്ട്, എക്സാം ഈസി ആണോ ടഫ് ആണോ ആവറേജ് ആണോ എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു അന്നേരം ഉണ്ടാകുന്ന ഇതിനെ എങ്ങനെ നമുക്ക് മറികടന്ന് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും എന്ന് വെച്ചാൽ നമുക്ക് മാത്രമായിരിക്കുമോ പാടായിട്ട് നിൽക്കുക, അതോ അങ്ങനെ ഒരു ടഫായിട്ടുള്ള ഒരു എക്സാം വന്നാൽ? അതിപ്പോ നമ്മള് നീറ്റിന്റെ മുമ്പ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 100-150 പേപ്പേഴ്സ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇത് കീ ഉണ്ടാവും. ലൈക്ക് more number of ടെസ്റ്റ് ചെയ്തു, അത്രയും കോൺഫിഡൻസ് ഗെയിൻ ചെയ്യുന്നു നമ്മള്. സോ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇത്രയും പ്രാക്ടീസ് ചെയ്തിട്ട് പോയിട്ട് അവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് യു ഹാവ് ഇനഫ് പ്രാക്ടീസ്. ആ വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ പല വേറൊരു രീതിയിൽ വരുന്നുള്ളൂ. എക്സാക്ട്ലി. വാല്യൂസ് മാറിയിട്ടോ അതോ ക്വസ്റ്റ്യൻ ഫ്രെയിമിംഗ് മാറിയിട്ടോ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. കൺസെപ്റ്റ് മാറുന്നില്ലല്ലോ അല്ലെ? എക്സാക്ട്ലി. അപ്പൊ പിന്നെ ഒരു ടെൻഷൻ ഇല്ലാതെ കോളായിട്ട് നല്ല സ്കോറിന് വേണ്ടി നോക്കും. ലൈക്ക് ഈ ബുക്കിലുള്ള സാധനം വരാൻ പോകുന്നുള്ളൂ. സോ അത് മാറ്റി മറിച്ചിട്ട് ചോദിക്കും. സോ യു നോ അതിൽ കൂട്ടൊന്നും വരാൻ പോകുന്നില്ല. ആ കോൺഫിഡൻസോടെയും പ്രാർത്ഥന എല്ലാം ഉണ്ട്. നമ്മൾ ഒരു ഓൾ യൂണിറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെ? നമുക്കിപ്പം 14 ചാപ്റ്റർ ആണ് ഓൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ, അതിനു വേണ്ടി നമ്മൾ ഒരു പ്രിപ്പറേഷൻ നടത്തുമ്പോൾ എങ്ങനെ നമ്മൾ അത് പ്രിപ്പയർ ചെയ്തതാണ്? ഓൾ യൂണിറ്റിന് മുമ്പ് മേക്ക് ഷുവർ ദാറ്റ് ഈച്ച് ആൻഡ് എവറി കോൺസെപ്റ്റ് സ്ട്രോങ് ആണ്. ലൈക്ക് ഫുൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വീക്ക് പോയിന്റ്സ് ആദ്യം സ്ട്രെങ്തൻ ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ഓൾ യൂണിറ്റിന്റെ സമയത്ത് എപ്പോഴും നമുക്ക് ഒരു ടോപ്പിക് ഉണ്ടാവും ദാറ്റ് ഇസ് നോട്ട് സ്ട്രോങ്. അതിലായിരിക്കും എപ്പോഴും മാർക്ക് പറയുന്നത്. ഇപ്പോൾ ഒരു 680 റേഞ്ചിൽ കിട്ടുന്ന കുട്ടിക്ക് 700 മുകളിൽ, അല്ലെങ്കിൽ 650 റേഞ്ചിൽ കിട്ടുന്ന കുട്ടിക്ക് 680യുടെ മുകളിൽ കിട്ടാത്തത് മേ ബി ബിക്കോസ് ഓഫ് 1 or 2 ടോപ്പിക്സ് ദാറ്റ് ഐ എം നോട്ട് ഷുവർ ഓഫ്. അപ്പോൾ ആ ടോപ്പിക്ക് മര്യാദയ്ക്ക് സ്ട്രെങ്തൻ ചെയ്യുക. സോ എല്ലാ ടോപ്പിക്കും ഒരു പ്രാവശ്യം എന്തായാലും നോക്കിയിട്ടുണ്ട്, ഇനി റിവിഷൻ മാത്രമേ ബാക്കിയുള്ളൂ. സോ മേക്ക് എ ഷെഡ്യൂൾ സോ ദാറ്റ് ഈ സമയത്ത് ഞാൻ ടെസ്റ്റ് എഴുതുന്നു, ഈ സമയത്ത് ബയോളജി റിവൈസ് ചെയ്യുന്നു, ഈ സമയത്ത് ഫിസിക്സ് റിവൈസ് ചെയ്യുന്നു. ആൻഡ് ഒരാഴ്ചത്തേക്കോ ഒരു 2 ആഴ്ചത്തേക്കോ ഒരു പ്ലാൻ ഉണ്ടാക്കുക. സോ ദാറ്റ് ആ എൻറ്റയർ ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും ഉറക്കത്തിന്റെ സമയം കുറച്ചിട്ട് അവര് മുന്നോട്ട് പ്രിപ്പറേഷന് വേണ്ടി തയ്യാറെടുക്കുന്നത്. ഉറക്കം എന്തായാലും വേണം, നടത്തണം. അതെ, അത് ചിലവർ പറയും 6 മണിക്കൂർ മതി, 8 മണിക്കൂർ മതി. അത് ഡിപ്പെൻസ് ഓൺ യു. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആ ഷെഡ്യൂൾ ഫോളോ ചെയ്യുക. ലൈക്ക് നിങ്ങൾക്ക് ഉള്ള ടൈം മാക്സിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇപ്പോ നിങ്ങളുടെ ഷെഡ്യൂളിൽ 2 മണിക്കൂർ നിങ്ങൾ ഫോൺ നോക്കി സമയം കളയാം. ആ സമയം കട്ട് ചെയ്തിട്ട് ഇൻക്ലൂഡ് യുവർ ടൈം ഫോർ സ്റ്റഡിങ് ഓർ ടെസ്റ്റ് റാദർ ദാൻ ഉറക്കത്തിന് ടൈം കുറയും. ഉറക്കത്തിന് ടൈം കുറയ്ക്കരുത്. അറ്റ്ലീസ്റ്റ് ഈ പ്രായത്ത് യു നീഡ് സ്ലീപ്പ് ഉണ്ടായാലേ ഓർമ്മ ഇമ്പ്രൂവ് ആവുള്ളൂ. ലോങ് ടേം മെമ്മറി ഫോം ആവാൻ വേണ്ടിയിട്ട് ഉറക്കം വേണം. സോ കട്ട് ഓഫ് ദ ആവശ്യമില്ലാത്ത ടൈം. ലൈക്ക് വെറുതെ സംസാരിച്ച സമയം കളഞ്ഞിട്ട് എല്ലാം വേണം, കളി സംസാരം എല്ലാം വേണം, ബട്ട് ലിമിറ്റ്. ഈ നീറ്റ് കഴിഞ്ഞാൽ ഫ്രീ. സോ ആ ടൈം ലിമിറ്റ് ചെയ്തിട്ട് ഇൻക്രീസ് യുവർ സ്റ്റഡി ടൈം. ആൻഡ് ലൈക്ക് റിവൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് എഴുതാതിരിക്കരുത്. ടെസ്റ്റ് വേണം, റിവിഷൻ വേണം, രണ്ടും വേണം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേ പറ്റൂ. ലൈക്ക് ടെസ്റ്റ് എഴുതുന്നു പറഞ്ഞ് റിവൈസ് ചെയ്യാതിരിക്കരുത്, റിവൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ടെസ്റ്റ് എഴുതാതിരിക്കരുത്. നല്ലൊരു ഷെഡ്യൂൾ ഉണ്ടാക്കാം. ഷെഡ്യൂൾ ഉണ്ടാക്കുന്നതിന് ഒരു നടക്കാൻ പറ്റാത്ത ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് തെറ്റിച്ചിട്ട് സ്ട്രെസ് ആവുന്നത് ആവശ്യമില്ല. ഒരു നടക്കാൻ പറ്റുന്ന ഒരു ഷെഡ്യൂള്, ബ്രേക്കിന് ബ്രേക്ക്, പഠിത്തത്തിന് പഠിത്തം, റിലാക്സേഷൻ എല്ലാം വേണം. അങ്ങനത്തെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാം. ആൻഡ് ആ ഷെഡ്യൂളിൽ ടെസ്റ്റ് വേണം, റിവിഷൻ വേണം, എല്ലാം വേണം. ആൻഡ് ഇഫ് യു ഹാവ് ഒരു കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാനുള്ള സമയം വേണം. പിന്നെ ടെസ്റ്റ് വെറുതെ എഴുതിയിട്ട് ഒരു കാര്യമില്ല. ടെസ്റ്റ് കഴിഞ്ഞിട്ട് ടെസ്റ്റ് അനാലിസിസ് ചെയ്യണം. ആ അനാലിസിസ് ചെയ്ത് തെറ്റുകൾ മനസ്സിലാക്കണം. ആ തെറ്റിയ പോയിന്റ്സ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു റിവിഷനും കോൺസെപ്റ്റ് സ്ട്രെങ്തനിങ്ങും അതൊക്കെ ചെയ്യണം. സോ
ടെസ്റ്റ് അനാലിസിസ് റിവിഷൻ ഇതൊക്കെ കൂടിയുള്ളൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക ആൻഡ് പ്രിസൈഡ്. ശ്രീരിക്ക് എന്താ പറയുന്നത്? സെയിം സംഭവം തന്നെയാണ്. ഇപ്പോ മോഡൽ എക്സാംസ് ഫൈനൽ എഴുതുന്നതിന് മുമ്പ് യൂണിറ്റ് വൈസ് എക്സാം ഉണ്ട്. അതിനുശേഷമാണ് മോഡൽ എക്സാംസ് വരാൻ പോകുന്നത്. ആദ്യം ഇൻഡിവിജ്വൽ ചാപ്റ്റേഴ്സ് സ്ട്രെങ്തൻ ചെയ്യണം, അതിനുശേഷം മാത്രം മോഡൽ എക്സാം എഴുതാൻ പാടുള്ളൂ. ജേക്കോ പറഞ്ഞ മാതിരി തന്നെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ അറിയത്തില്ലെങ്കിൽ കുറെ മാർക്ക് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഷെഡ്യൂൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് എപ്പോഴും. ഇപ്പോൾ കോൺസെപ്റ്റ് ഇപ്പോൾ ക്ലിയർ അല്ലെങ്കിൽ അപ്പോൾ അതിനുവേണ്ടി അത് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അതിന് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് കൂടുതൽ സമയം ബാക്കി അടുത്ത വേണമെങ്കിൽ മോഡൽ എക്സാംസ് എഴുതിയിട്ടും വേറെ ടെസ്റ്റ് അനാലിസിസ് ചെയ്തിട്ടൊക്കെ സമയം നിങ്ങൾക്ക് ബാക്കി സ്പെയർ ചെയ്യാൻ പറ്റും. ഈ ലാസ്റ്റ് ഇപ്പോൾ ഏതെങ്കിലും പോർഷൻസ് ഇപ്പോൾ ലെഫ്റ്റ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തീർക്കുക. അതിനുശേഷം എക്സാംസ് ഏറ്റവും മാക്സിമം ഇപ്പോൾ പറ്റാവുന്നിടത്തോളം എക്സാംസ് ചെയ്യുക. ഇപ്പോൾ എല്ലാ ദിവസവും എക്സാംസ് കാണും. അതല്ലാതെ തന്നെ ഇപ്പോൾ ഹോസ്റ്റൽസിലാണെങ്കിൽ തന്നെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സും പിന്നെ അല്ലാണ്ട് സാമ്പിൾ പേപ്പേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അതും ചെയ്യുക. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അപ്പോഴാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആവുന്നത്. ഇപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഏത് എക്സാമാണ് ടഫ്, ഏത് എക്സാമാണ് ഈസി. അപ്പോൾ പിന്നെ റാങ്ക് എങ്ങനെ വരാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും, എങ്ങനെ എക്സാം പോയിട്ടുണ്ടെന്നുള്ളത്. അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാം ശരിയാവും. നമ്മുടെ ജേക്കബും ശ്രീരിയും പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു പഠന രീതിയിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നല്ല കോൺഫിഡൻസോടുകൂടി ഇനിയുള്ള എക്സാമുകൾ എഴുതി മുന്നോട്ട് നമുക്കും ഇതുപോലെ ഇവരെ പോലെ നല്ലൊരു വിജയത്തിലേക്ക് കടക്കാമെന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.